Hi friends, once again welcome back to our channel ഫൈദ് ഗരാഷ് ഓഫ് പെർഫെക്ഷൻ. ഇവിടെ ഞാൻ ഫൈദാണ്. ഓക്കെ, നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും, അത് തന്നെ. ഓക്കെ, എൻജിൻ. നമ്മളിന്ന് എൻജിനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഓട്ടോമൊബൈൽ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഒരു ബൈക്കോ കാറോ അല്ലെങ്കിൽ ട്രക്കോ അങ്ങനെ എന്ത് ഓടിക്കുന്ന ആളായിക്കോട്ടെ, എൻജിൻ്റെ പ്രവർത്തനം പഠിച്ചിരിക്കേണ്ടത് ഒരു ബേസിക് നോളജാണ്. ഓക്കെ, നമ്മുടെ വെഹിക്കിളിൻ്റെ ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഹൃദയമുണ്ട്, അതേപോലെ തന്നെ നമ്മളെ വെഹിക്കിളിൻ്റെ ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എൻജിനാണ്. സോ നമ്മൾ അതിൻ്റെത് വർക്കിംഗ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഗൈസ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഈ പ്രാവശ്യം തൊട്ടിട്ട് ഇത് എപ്പിസോഡ് 1 ആയിട്ട് ഇറക്കാൻ പോവാണ്. നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഇറക്കാൻ പോവാണ്. നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ ഫ്രം സ്ക്രാച്ച് തുടങ്ങാൻ പോവാണ് ടു അഡ്വാൻസ്ഡ്. സോ ഫസ്റ്റ് വീഡിയോ ആയത് എങ്ങനെയാണ് ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നതെന്ന്. എൻജിൻ വർക്കിംഗ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള. ഫസ്റ്റ് നമ്മൾ ഹേർട്ട് എന്താണെന്ന് പഠിക്കണമല്ലോ, എന്നിട്ടാണല്ലോ അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്സൊക്കെ പഠിക്കുക. സോ അതേപോലെ നമ്മളങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്സ് പഠിക്കും. ഫസ്റ്റ് നമ്മൾ എൻജിനിലേക്ക് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഫുള്ളി ഒന്നും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഒന്നും എൻജിനെ കുറിച്ചൊരു സംഭവം അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് മനസ്സിലാവും. ഞാൻ വാക്ക് തരുവാണ്, എന്തായാലും മനസ്സിലാവും. ഓവർ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ട് ആരും കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഭയങ്കര സിമ്പിളായിട്ടാണ്. നമ്മളിനി പുതിയ ടേംസ് ഇങ്ങനെ ഓരോരോ വരുന്ന വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഓട്ടോമൊബൈൽ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾക്ക് ഓട്ടോമൊബൈൽ എന്താണെന്ന് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കാം. ഓട്ടോമൊബൈൽ ഇസ് ഇൻ സെൽഫ് പ്രൊപ്പല്ലിംഗ് വെഹിക്കിൾ, അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സെൽഫ് പ്രൊപ്പല്ലിംഗ് ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബൈക്ക് മുതൽ നമ്മുടെ ഈ വലിയ ട്രക്ക് വരെ റോഡിലൂടെ അങ്ങനെ എന്തും അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ സെൽഫ് പ്രൊപ്പല്ലിംഗ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എന്തും. ഓക്കെ, അതൊക്കെ ഓട്ടോമൊബൈലാണ്. ഇപ്പം വരുന്ന EVയും ഇലക്ട്രിക് വെഹിക്കിൾസും ഒക്കെ, ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമൊബൈലിൻ്റെ താഴത്താണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്താ നോക്കാം, എൻജിൻ ഈസ് എ മെഷീൻ യൂസ് ടു കൺവേർട്ട് കെമിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, അല്ലെങ്കിൽ ഒരു വർക്കായിട്ട് മാറ്റുക. നമ്മളിപ്പോൾ പെട്രോൾ ഒഴിക്കുകയല്ല ചെയ്യുന്നത് നമ്മളെ വെഹിക്കിളിൽ അല്ലെങ്കിൽ നമ്മളെ ബൈക്കിൽ. അപ്പോൾ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഈ കെമിക്കലാണ് ഈ പെട്രോൾ എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു വർക്കായിട്ട് മാറ്റുക. മീൻസ് നമ്മൾ വീല് കറങ്ങുമല്ലേ. സോ അത്രയേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. ഇറ്റ് വിൽ കൺവേർട്ട് കെമിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, അത്രമാത്രം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് കാര്യം മനസ്സിലാവും, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. സോ നമുക്ക് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റിൽ ഒരുപാട് തപ്പിയിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ നോക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരു ഫയർ ക്രാക്കർ, ഒരു ചെറിയൊരു പടക്കം നമ്മളൊരു ബക്കറ്റിലിട്ടിട്ട് ആ ബക്കറ്റിന് മൂടി അല്ലെങ്കിൽ അടപ്പ് വെച്ച് അടയ്ക്കുക. എന്നിട്ട് അതിന് തിരി കൊളുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. എന്നിട്ട് അടപ്പ് മുകളിലോട്ട് തെറിച്ചു പോകും. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഒരു ലിഡ്, അത്രേ ഉള്ളൂ, ഒരു അടപ്പ്. ഓക്കെ, നിങ്ങളങ്ങനെ സങ്കല്പിച്ചാൽ മതി. ഏകദേശം ഇതുപോലത്തെ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി തന്നെയാണ് നമ്മളെ എൻജിൻ്റെ അകത്ത് നടക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പടക്കമൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അതിന് പകരം പെട്രോള് അല്ലെങ്കിൽ ഡീസൽ, അതിൻ്റെ കൂട്ടത്തിൽ എയർ ഫ്യൂൽ മിക്സർ എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഒരു പിസ്റ്റണ്. ഓക്കെ, പിസ്റ്റൻ്റെ താഴെ ഒരു കണക്റ്റർ റോഡുണ്ട്, അതിൻ്റെതായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇത് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഒരു ഫയർ ക്രാക്കർ ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ ഒരു പടക്കം വെച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ പടക്കം അതിനോട്ട് ഇൻസേർട്ട് ചെയ്തു. ആ മുകളിൽ കാണുന്നതാണ് പിസ്റ്റൺ. ഓക്കെ, ഇപ്പം പടക്കം പിസ്റ്റൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ എക്സ്പ്ലോഷൻ നടത്തി കഴിഞ്ഞാൽ ആ പിസ്റ്റൺ താഴത്തോട്ട് വരും. പിസ്റ്റന് താഴത്തോട്ടും മുകളിലോട്ടും മാത്രമല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റെസിപ്രോക്കേറ്റിംഗ് മേത്തിലോട്ടും താഴത്തോട്ടുള്ള മോഷനെ നമുക്ക് റൊട്ടേറ്റിംഗ് മോഷനായിട്ട് മാറ്റണം. ഓക്കെ, അങ്ങനെയെന്ന് പറഞ്ഞാൽ പിസ്റ്റണ് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ആ ഒരു പാത്തിലെ ട്രാവൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ എന്താക്കണം, കറക്കമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റ് കൊടുക്കുന്നത് ആ താഴത്ത്. പിന്നെ ഇപ്പം പുതിയ കയറി വന്ന സാധനം എന്ന് വെച്ചാൽ താഴത്തോട്ട് വന്ന പിസ്റ്റനെ മുകളിലോട്ട് വിടണ്ടേ.
പൊട്ടിത്തെറി നടന്നിട്ട് താഴത്തോട്ട് വന്ന്, പക്ഷെ അത് മുകളിലോട്ട് തന്നെ തിരിച്ചു പോകണം. സോ നമ്മളങ്ങനെ ഒരു വെയിറ്റ് കൊടുക്കുമ്പോൾ, ഒരു ഹ്യൂജ് ആയിട്ടുള്ള വെയിറ്റ് കൊടുക്കുമ്പോൾ അതിനൊരു ഇനേഷ്യ ഫോഴ്സ് കിട്ടും. നമ്മളൊരു ബാറ്ററി പോലെ എന്തിൽ സ്റ്റോർ ചെയ്യുവാണ്, നമ്മുടെ ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യുവാണ് പൊട്ടിത്തെറി നടന്നത്. സോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫയർ ക്രാക്കർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുത്ത്, അപ്പോൾ ആ ഫ്യൂവൽ കത്തിക്കാൻ ഒരു സ്പാർക്ക് പ്ലഗ് വേണ്ടേ, ഒരു സ്പാർക്ക് കൊടുക്കണം. പെട്രോളിലൊക്കെ ഒരു സ്പാർക്ക് കൊടുത്താലേ കത്തുള്ളൂ. സോ ഒരു സ്പാർക്ക് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് എന്ത് വേണം, നമുക്കൊരു എയർ വേണം. മനസ്സിലായില്ലേ? ഈ പെട്രോൾ മാത്രം പോരാ, എയർ വേണം. യെസ്, നമുക്കെന്ത് വേണം, ഒരു ഇൻടേക്ക് സിസ്റ്റം വേണം, ഒരു ഇൻടേക്ക് വാൾവ് വേണം. എപ്പോഴാണ് ഈ കറക്റ്റ് ടൈമിലേക്ക് നമ്മുടെ എന്താ പറയുക, ഈ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറി വരേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ഇൻടേക്ക് വേണം. സോ നമ്മൾ ഇൻടേക്കിൽ നിന്ന് ഒരു ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ, എയറും പെട്രോളും കൂടിയിട്ടുള്ള ഒരു മിക്സർ എടുത്തിട്ട് അത് പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പം നമ്മൾ വാൾവ് ഓപ്പണായി, എന്നിട്ട് ഈ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ കയറി. ഓക്കെ, ഈ വാൾവ് ഓപ്പണായിട്ട് കയറി, എന്നിട്ടിത് കംപ്രസ്ഡായി അതിനെ സ്പാർക്ക് കൊടുത്ത് കമ്പഷൻ നടത്തിച്ചു, മീൻസ് പൊട്ടിത്തെറിപ്പിച്ചു, ഇഗ്നൈറ്റ് ചെയ്തിട്ട് ഇപ്പം ഇവിടെ കണ്ടില്ലേ, ഇപ്പം പോകാൻ സ്ഥലമൊന്നുമില്ല. സോ അപ്പം പോകാൻ വേറെ ഒന്നും കൂടി വേണം. ഈ കത്തിക്കഴിഞ്ഞ് ഗ്യാസ് പുറത്തോട്ട് പോകണ്ടേ, നമ്മൾ സൈലൻസർ കൂടെ വരുന്ന കറുത്ത ഗ്യാസ് ഇല്ലേ, സോ ആ സിസ്റ്റം വേണ്ടിയിട്ടാണ്, ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് വാൾവ് കൊടുക്കുന്നത്. ഈ ഇൻടേക്ക് വാൾവും എക്സോസ്റ്റ് വാൾവും കറക്റ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആവും. ഓക്കെ, ഇത് എന്ത് വെച്ചിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അപ്പോൾ സംശയം വരുന്നത് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കൊടുക്കുന്ന സാധനം. ഇത് ക്യാം ഷാഫ്റ്റ് എന്ന് പറയും. ക്യാം ഷാഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്പൺ ദി ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ്. ഓക്കെ, എക്സോസ്റ്റ് വാൾവിനും ഇൻടേക്ക് വാൾവിനും തുറക്കാനാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ഈ വാൾവ് ഓപ്പൺ ആവും ക്ലോസ് ആവും ചെയ്യേണ്ടേ. ഈ കംപ്രഷൻ നടക്കുമ്പോൾ ഒരിക്കലും വാൾവ് തുറന്ന് കിടക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ട് വാൾവും ക്ലോസ് ആയി കിടക്കണം. സോ ഈ ക്യാം ഷാഫ്റ്റിന് ഇതിനെ തുറക്കാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റിട്ടേൺ കട്ടാവണ്ടേ, മീൻസ് പിന്നെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് പിന്നെയും പോയി അടയണം. അതിനൊരു സ്പ്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തോന്നും ഈ ക്യാം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന്. സിമ്പിളാണ്. ക്യാം ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഡ്രൈവ് എടുത്തിട്ടാണ് കറങ്ങുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ക്യാം 1 പ്രാവശ്യം കറങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്നും കൂടി ഇതിലെന്താ നടക്കുന്നത് നോക്കിയാൽ, നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കിയാൽ കാണാം, നമ്മുടെ ഈ ഇൻടേക്ക് വാൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ സിലിണ്ടറിൻ്റെ അകത്തോട്ട്, ഈ പിസ്റ്റൻ്റെ മുകളിലുള്ള ഭാഗത്തോട്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ കയറി, ഈ നല്ല പെട്രോളും ഈ എയറും കയറി. അതിനെ പിസ്റ്റൻ മുകളിലോട്ട് ഇനി വരുമ്പം, ഇൻടേക്ക് കഴിഞ്ഞ് കംപ്രഷൻ സ്ട്രോക്കിലോട്ട് വരുമ്പം അതിനെ കംപ്രസ് ചെയ്ത് നിർത്തുവാണ്. ആ കംപ്രസ് നിർത്തി അതിലേക്കാണ് കൊടുക്കുന്നത്, ഈ സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇഗ്നൈറ്റ് ആവും. ആ ഇഗ്നൈറ്റ് ആയ പവർ കൊണ്ട് പിസ്റ്റൻ താഴത്തോട്ട് വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നടക്കുന്നുണ്ട്, ഈ പവർ സ്ട്രോക്കിലാണ് മെയിനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, പവർ ക്രിയേറ്റ് ആവുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ. സോ താഴത്തോട്ട് വന്ന് സക്ഷൻ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു, പവറും കഴിഞ്ഞു. ഓക്കെ, ഇനി എക്സോസ്റ്റ് സ്ട്രോക്ക് വേണം. ഇപ്പം പൊട്ടിത്തെറിച്ചില്ലേ മുകളിൽ, അപ്പം മുകളിൽ മൊത്തം ഈ എക്സോസ്റ്റ് ഗ്യാസ് ആയിരിക്കും. അപ്പം കണ്ടില്ലേ, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയി ഈ പുറത്തോട്ട് പോയി നമ്മളെ എക്സോസ്റ്റ് ഗ്യാസ് കണ്ടില്ലേ. ഓക്കെ, ആദ്യം ഇൻടേക്ക് തുറന്നിട്ട് ഇൻടേക്ക് എടുത്തു, എന്നിട്ട് പിന്നെ 2 വാൾവും ക്ലോസ് ആയി, താഴത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് കംപ്രസ് ചെയ്തു, ഇഗ്നൈറ്റ് ചെയ്തു, താഴത്തോട്ട് വന്നു, മുകളിലോട്ട് എക്സോസ്റ്റ് ഗ്യാസ് ഫില്ലായി. ആ ഫില്ലായ എക്സോസ്റ്റ് ഗ്യാസിനെ പിന്നീട് പുറത്തോട്ട് അയക്കുകയാണ് ഈ എക്സോസ്റ്റിൻ്റെ ഒരു സംഭവം വെച്ചിട്ട്, മീൻസ് ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് വെച്ചിട്ട്. ഓക്കെ, ഈ പുള്ളിക്കാരൻ പണിയുന്നുണ്ടല്ലോ. ഇതിപ്പം ഒരു 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ മേ ബി ഇത് 2 സ്ട്രോക്ക് ആയിരിക്കാം. 4 സ്ട്രോക്ക് ആണെങ്കിൽ ഇതിൽ വരെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഞാൻ ഇപ്പം പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ്. ഇനിയിപ്പം ഭയങ്കര ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ ഫെറാഡിയുടെ എഞ്ചിൻ, ഓക്കെ, അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണെങ്കിലും ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 4 സ്ട്രോക്ക് തന്നെയാണ് എല്ലാത്തിലുള്ളത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് പഠിക്കണം. ഓക്കെ, ഈ സ്ട്രോക്കിൽ, ഈ സെക്ഷൻ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൾവ് മാത്രമേ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്ക് അതിന് വീഡിയോ നോക്കാം. ഓക്കെ, ഈ സെക്ഷൻ സ്ട്രോക്കാണ്. സെക്ഷൻ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൾവ് ഓപ്പൺ ആയിട്ട്
ഈ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറി ഈ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യും കേട്ടോ. പിന്നെ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം 2 വാൾവും ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ കംപ്രസ് ചെയ്ത് നിർത്തി. ഇതാണ് കംപ്രഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്ക്. അപ്പം ആ കംപ്രസ് ചെയ്ത് നിർത്തി നമ്മൾ സ്പാർക്ക് കൊടുക്കുകയാണ്. അപ്പം തൊട്ട് പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ പവർ സ്ട്രോക്ക് താഴത്തോട്ട് വരും, പിസ്റ്റൺ താഴത്തോട്ട് തള്ളും. ആ താഴത്തോട്ട് തള്ളുന്ന ഇതിൽ മുകളിൽ ഇപ്പം എക്സോസ്റ്റ് അല്ലേ ഉള്ളത്, ആ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകും. ആ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തോട്ട് തള്ളും ആ ഓപ്പൺ ആയിട്ടുള്ള എക്സോസ്റ്റ് വാൾവ് കൂടെ. ഓക്കെ, ഇതാ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, പൊട്ടിത്തെറി നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കുറേ ആനിമേഷൻ വീഡിയോ വെച്ചിട്ട്. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് സാധനം ഉള്ളതാണ്, ഇങ്ങനെ പൊട്ടിത്തെറി നടക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ കമ്പഷൻ നടക്കുക. ഓക്കെ, ഇപ്പം മെയിനായിട്ട് നോക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത്. എന്താണ് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഓക്കെ, ഇനിയിപ്പം ഏറ്റവും ചെറിയ എഞ്ചിനായിക്കോട്ടെ വലിയ എഞ്ചിനായിക്കോട്ടെ ഈ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഓക്കെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ വാൾവ് ഓപ്പണിങ് ക്ലോസിങ് മെക്കാനിസം, അതാണ് സംഭവം. ഓക്കെ, ഇതാ ഓരോരോ സ്ട്രോക്കിൽ ഇങ്ങനെ കറക്റ്റ് ടൈമിങ് വെച്ചിട്ട് ഈ ടൈമിങ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് ഈ ടൈമിംഗ് ഉണ്ട്. ഈ ക്യാം ഷാഫ്റ്റും ഈ ക്രാങ്ക് ഷാഫ്റ്റും ഒരു എന്താ പറയുക, നമ്മളൊരു ചെയിൻ വെച്ചിട്ടോ ടൈമിംഗ് ചെയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് വെച്ചിട്ടോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ സംഭവമാണ് നമ്മുടെ ഈ ഏത് ടൈമിൽ വാൾവ് ഓപ്പൺ ആവണം, ഏത് ടൈമിൽ ക്ലോസ് ആവണം, അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഞാൻ പറഞ്ഞ പിന്നെ ഓർമ്മിച്ച് വെച്ചോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങുവാണെങ്കിൽ നമ്മളെ ക്യാം ഷാഫ്റ്റ് 1 പ്രാവശ്യം കറങ്ങത്തുള്ളൂ. അതിൻ്റെ പകുതി ഇതായിട്ടാണ് കറങ്ങുക. ഓക്കെ, പകുതി RPM കറങ്ങുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, എൻജിൻ്റെ ഓവർ പാർട്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ വരുന്ന വീഡിയോയിൽ നമ്മൾ എൻജിൻ്റെ ഓരോരോ പാർട്സും എടുത്തെടുത്ത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നീ അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്നോ അങ്ങനെ നിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഈ PDF നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID താഴെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ഇറ്റ്സ് മീ ഫഹദ്.